ഹലോ വെൽക്കം ടു ടിൽച്ചാസ് വേൾഡ്. അങ്ങനെ ദേ നമ്മൾ ഈ യാത്രയുടെ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ആക്ച്വലി ഷോപ്പിങ്ങും റിലാക്സിങ്ങുമാണ്. അപ്പോൾ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു ഇച്ചിരി ഫാൻസി കോഫി ഷോപ്പിൽ വന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഫാൻസി എന്താ പറയുക നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ വന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വിട്ടത് ഒരു ഷോപ്പിംഗ് മോളിലായിട്ടാണ്. ഗൂഗിളിൽ തപ്പി കണ്ടുപിടിച്ചൊരു ഷോപ്പിംഗ് മോളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു ചുമ്മാ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉലർത്തി ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് അതിലൂടെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഈ ഓട്ടോമാറ്റിക് ഒരു കാപ്പി സ്റ്റോൾ കണ്ടത്. ഇവിടെ ആളുകളില്ല നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. നമ്മൾ എന്ത് കുത്തി എടുക്കുന്നോ അത് നമുക്ക് ഈ റോബോട്ട് തരും. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. ഇത് നട്ട്സ് വൈൻ ജ്യൂസിൽ പൊതിഞ്ഞതാണ്. പിന്നെ നമ്മൾ പോയത് ഒരു കേരള റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. അപ്പം ലിയ പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ലിയ സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ്. നല്ലൊരു കേവ് ടൈപ്പായിരുന്നു. അത് നമുക്കതേ കണ്ട അടുക്കള കാണാം. നല്ല ഫ്രഷായിട്ടാണ് അവരെല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു കേവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ ഒരു ആംബിയൻസാണ് ഇവിടെ. ഒത്തിരി ഇപ്പം ഞങ്ങളല്ലാണ്ട് കൂടുതൽ ഇന്ത്യൻസാണ് കൂടുതൽ വന്നിരുന്നത്. അതിൽ മലയാളി സ്റ്റുഡൻസൊക്കെയാണ്. നല്ല ഫ്രഷ് ചായ കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാട്ടോ ഞാൻ. ഇങ്ങനെ നാട്ടിലെ പോലെ അടിച്ച് കിട്ടുന്നത്. ദുബായിലാണ് ഞങ്ങൾ പോയി കുടിക്കാറുള്ളൂ. ജെൻസ് ദേ കാപ്പി കുടിക്കുന്നു, നല്ല അടിപൊളി കാപ്പി. ഞാനാണ് അടിപൊളി ചായ കുടിക്കുന്നതിൻ്റെ സന്തോഷം. പിന്നെ ഞാനും ഡാഡിയും അമ്മയും എല്ലാം കൂടി ഒരു ചട്ടിച്ചോറാണ് കേട്ടോ മേടിച്ചത്. ഇവിടുത്തെ ചട്ടിച്ചോറ് അടിപൊളിയായിരുന്നു. ജെൻസും പിള്ളേരും എനിക്ക് തോന്നുന്നു ഈത്തൻ ബിരിയാണി എടുത്തു, ജെൻസ് പൊറോട്ട എടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് ജോർജിയ വന്നിട്ട് വീണ്ടും നമുക്ക് തനി നാടൻ ഫുഡ്, സാധാരണ ഡൂപ്പാണ് കിട്ടാറ് നമുക്ക്. പക്ഷെ ഇവിടെ നല്ല തനി നാടൻ ഫുഡായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഇറങ്ങി നടന്ന് അവിടെ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് പേര് പറയാൻ മറന്നു പോയത്. ലഞ്ച് ബോക്സ് എന്നാട്ടോ ഈ റെസ്റ്റോറൻറ്റ് പേര്. പിന്നെ ഞങ്ങൾ ഈ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ മെയിൻ റോഡിലേക്ക് തന്നെ കുറേ മലയാളി പിള്ളേർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് അവിടെ അടുത്തൊരു കട കണ്ടപ്പോൾ ചുമ്മാ നമ്മുടെ നാട്ടിലെ സ്റ്റേഷനറി കട പോലെ എല്ലാ സാധനവും കിട്ടും. പിന്നെ ഞാൻ പോയത് തലമുടിയൊക്കെ ഒന്ന് കഴുകി ഫ്രഷാക്കാനും. പിന്നെ ഞാനൊരു പെഡിക്യൂറിന് കയറി. അമ്മ നെയിൽസ് ചെയ്യാൻ കയറി. അങ്ങനെയൊക്കെ ഞങ്ങളൊരു ഫുൾ റിലാക്സിങ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഫസ്റ്റ് ഡേ പോയ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അടിപൊളി ചൈനീസ് ഫുഡ്. സോ അവിടെ വീണ്ടും പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഞങ്ങൾ ചീട്ടുകളിയായിരുന്നു കേട്ടോ എല്ലാ ദിവസവും. ഈത്തിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ റമ്മിയും പിന്നെ അവൻ കിടക്കാൻ പോയിട്ട് ഞങ്ങൾ 28 കളിച്ചു. അപ്പോൾ അങ്ങനെ ജെൻസിനെയും അമ്മേനെയും ഞാൻ കുണുക്ക് ഒഴിപ്പിച്ചതിൻ്റെ ഫോട്ടോയാണ്. അമ്മ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. അങ്ങനെ പുതിയൊരു പ്രഭാതം, പുതിയൊരു ദിവസം എന്ന് പറയണ പോലെ ഇന്ന് ഞങ്ങൾ ആക്ച്വലി ടിബിലിസി വിടും. അപ്പം ലിയം മോളും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയും ഞങ്ങൾ ഓൾറെഡി ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു പാസ്റ്റ് ഡേയ്സിൽ. അപ്പം ഞങ്ങളിവിടെ വന്ന് ലിയക്കുട്ടീനെയും കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ചെന്നൊരു പെട്ടിക്കട കണ്ടായിരുന്നു. അപ്പോൾ പോയി പെട്ടിയെല്ലാം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ലിയക്കൊച്ച് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ തൊട്ടടുത്താണ് ഈ ഡോണറ്റ്സും ഇവിടുത്തെ സ്മൂത്തിയോ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ഈവനിങ്ങിലൊക്കെ. ഇതാണ് ഞങ്ങൾ പോയ ആ ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ഈ ഡോണറ്റ് ഉണ്ടല്ലോ, യമ്മി ആയിരുന്നു, യമ്മി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ടിബിലിസി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇവിടുത്തെ കുഞ്ഞ് എയർപോർട്ടാണ്. കുഞ്ഞ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ്. ഒരു സൈഡിൽ ഡിപ്പാർച്ചർ, ഒരു സൈഡിൽ അറൈവൽ. വളരെ കുഞ്ഞ് എയർപോർട്ട്. അങ്ങനെ ഞങ്ങളത് ഇപ്പോൾ പോകുന്നത് ആക്ച്വലി വീണ്ടും ബാക്കുവിലേട്ടാണ്. തിരിച്ച് ബാക്കുവിലേട്ട് അസർബൈജാൻ എയർലൈൻസിന് പോയി. നമ്മൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു കുറച്ചധികം അവേഴ്സ് നമുക്ക് ഒരു സ്റ്റേ ഓവറുണ്ട്. രാത്രി ഇനി 11 മണിക്കെങ്ങാണ്ടാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ഞങ്ങൾ വീണ്ടും നമ്മുടെ ഹൈദരലി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ചെന്ന് ഞങ്ങളുടെ പെട്ടിയും പ്രമാണവും കൊണ്ടുവച്ചു. കാരണം ചെക്കിങ് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് അവർ
പറഞ്ഞ് അവിടെ വെച്ചോളാൻ പറഞ്ഞ് ഞങ്ങൾ ടാക്സി പിടിച്ച് വീണ്ടും സിറ്റിയിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ബാക്കു സിറ്റി ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാനും ആ രാത്രിത്തെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയും എന്ത് രസമാണെന്നറിയാമോ. എനിക്കിഷ്ടമാണ് രാത്രി ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ ഉള്ളിടത്ത് നടക്കാനും ആ ഒരു സിറ്റിയും ആ ഒരു സ്ട്രീറ്റുകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും. പിന്നെ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ജെൻസ് ലാബാണ് മേടിച്ചത്. ഞാൻ നോക്കി നടന്ന സാധനമാണ് ഇത് മേടിച്ചത്. അസർബൈജാൻ ബിരിയാണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവർ ഈ ഒരു കൊട്ട പോലത്തെ ഒരു സാധനത്തിൻ്റെ അതാണ് കൊണ്ടുവരുന്നത്. വെറും ഡെക്കറേഷനാട്ടോ, പക്ഷെ രസമുണ്ടായിരുന്നു കൊണ്ടുവരുന്നത് കാണുമ്പോഴേക്ക്. സാറാമ്മ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിക്കണേ. ഇത് ഹാപ്പി ബർത്ത്ഡേക്ക് കൊണ്ടുവരുന്ന കേക്ക് കൊണ്ടുവരുന്ന പോലെ ഒരു സാധനം കൊണ്ടുവന്നു, തിരിയെടുത്ത് മാറ്റി. ഇനി ചേട്ടൻ ഇത് കേക്ക് മുറിക്കണ പോലെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ നട്ട്സ് ഇഷ്ടമല്ല, നട്ട്സ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അകത്ത് ചിക്കനും റൈസും അവരുടെ ഇത് എന്താ പറയുക മസാലയൊക്കെയാണ്. വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനൊരു കുനാഫ കൂടി എടുത്തു. പോകുന്നതിന് മുന്നേ ഒരു കുനാഫ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് മറ്റേ ഒരു ബീഫിൻ്റെ ഡിഷായിരുന്നു. ഈത്തൻ പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പിസ്സയൊക്കെയാണ് എടുത്തത്. ജസ്റ്റ് ഇത് ഫോട്ടോസ് ഒന്നുകൂടെയും കാണിക്കുവാണ് കേട്ടോ, കുനാഫയുടെയും പിന്നെ ഞാനെടുത്ത സാധനത്തിൻ്റെയും ഒക്കെ. പിന്നെ ഞങ്ങൾ പോയ ഒരു റെസ്റ്റോറൻറ്റ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ഒരു നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൂടി നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അമ്മ ഭീകരത്തിയാന്ന് അവർക്ക് തോന്നിയോ? അമ്മയുടെ അടുത്ത് എന്തോ ഇമിഗ്രേഷൻകാർ ചോദിച്ചത്? എന്നോട് നീ എവിടുത്തെ നാഷണാലിറ്റി ആണെന്ന് ചോദിച്ചോളൂ. അമ്മ അപ്പം എന്ത് പറഞ്ഞു? അമ്മേനെ കണ്ടിട്ട് പക്ഷെ ഒരു ഓസ്ട്രേലിയക്കാരുടെ ലുക്കൊന്നും ഇല്ലല്ലോ. അതുപോലെ ഡാഡി എവിടെ പോയാലും ഇന്ത്യക്കാർക്ക് എന്നും പ്രശ്നമാണ്. ആദ്യമായിട്ടാണ് ബാക്കുവിലും ടിബ്ലീസിയിലും പോയിട്ട് ഇന്ത്യക്കാർക്ക് ഷടുക്കോ പിടുക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുത്തത്. ഞങ്ങൾ സ്വിറ്റ്സർലൻഡുകാരും ഓസ്ട്രേലിയക്കാരും ഒക്കെ ആദ്യമായിട്ടാണ് ഭൂമിയിലല്ല ഈ ടിബ്ലിസിയിലും മറ്റേ ബാക്കുവിലും കാല് കുത്തുന്നതെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ നമ്മളെ ഫോറിൻകാരെയാണ് അവർക്ക് പരിചയമില്ലാത്തത്. എന്താ ചോദിച്ചു ഇതിനെക്കുറിച്ച് 2 വാക്ക് നമ്മളോട് പറയൂ. ഇതെന്താ ഇവര് ബാക്കുവിലും ടിബ്ലിസിയിലും ആദ്യമായിട്ടാണ് സ്വിറ്റ്സർലൻഡുകാരും ഓസ്ട്രേലിയക്കാരും ഒക്കെ കാല് കുത്തുന്നതെന്ന് തോന്നുന്നു അല്ലേ? അവർക്ക് പ്രത്യേകിച്ച് നമ്മളെ കണ്ടിട്ട് ഈ സ്വിറ്റ്സർലൻഡുകാരെ പോലെയോ ഓസ്ട്രേലിയക്ക് അതിന് അവർക്ക് ഒരു ഭൂതക്കണ്ണാടി വെച്ച് അത് എല്ലാത്തിലും ബാക്കുവിൽ വന്നപ്പോഴും ഇപ്പൊ പോകുമ്പോഴും അതുപോലെ മറ്റേ ടിബ്ലിസിയിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ എന്താണ് ചെയ്യണം, എങ്ങനെയാണ്, എന്താണ്, എവിടെയാ ജോലി ചെയ്യുന്നത്, അതെ ചോദിച്ച് അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. സ്വിറ്റ്സർലൻഡുകാർ നമ്മുടെ രാജ്യത്ത് വന്നെന്നാണോ ഇവർ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ കൊള്ളാവുന്നൊരു സിറ്റിസൺഷിപ്പ് എടുത്തെന്ന് വിചാരിച്ചിട്ട്. ഏതാണെങ്കിലും ഒരു വൻ കോമഡി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഡാഡി ഇന്ത്യക്കാരനാണ്, ഏത് രാജ്യത്ത് പോയാലും ഡാഡിനെയാണ് പിടിച്ചു നിർത്താറ്. എല്ലാത്തിനും വിസയ്ക്കൊക്കെ ആവശ്യമുണ്ടായിട്ട് ഇപ്രാവശ്യം ഡാഡിയാണ് ഏറ്റവും സൂപ്പർ. ഡാഡിയുടെ രാജ്യത്ത് വന്ന പോലെയാണ് ഡാഡി പോയത് വന്നതൊക്കെ. അല്ല ഡാഡി, എൻ്റെ ഒരു സന്തോഷം ഡാഡിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ബാക്കുവിലെ ഡിപ്പാർച്ചർ സ്ഥലത്തുള്ള, അതായത് നമ്മുടെ ഉള്ളിൽ ചെക്കിങ്ങിനെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന ഗേറ്റ്സിൻ്റെ സൈഡിലുള്ള ഒരു പാർട്ടാട്ടോ. നല്ല കൂടാരങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു 10 days ഹോളിഡേയ്സ് കഴിഞ്ഞ് തിരിച്ച് സ്വിറ്റ്സർലൻഡിലോട്ട് പോവുകയാണ്. നല്ലൊരു ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ, ഹാവ് എ ലവ്ലി ഡേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. ബൈ.